ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇ ഡി ടെക്സ്റ്റ് ബുക്കിലെ, അതായത് +2-ലെ VHSCയിലെ ഇ ഡി ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ ചാപ്റ്ററായ പ്രോജക്റ്റ് അപ്രൈസൽ ആൻഡ് റിപ്പോർട്ട് എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഒരു തുടക്ക ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ 4-ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പ്രോജക്റ്റ് അപ്രൈസൽ ആൻഡ് റിപ്പോർട്ട്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് ഒരു പ്രോജക്റ്റ് എന്നുള്ള കാര്യമാണ് അല്ലേ. പ്രോജക്റ്റ് അപ്രൈസൽ ആൻഡ് റിപ്പോർട്ടിന് മുമ്പ് എന്താണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്? പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പദ്ധതി അല്ലെങ്കിൽ എന്തൊരു ബിസിനസ് ഐഡിയനെ നമുക്ക് എന്ത് പറയാം? ഒരു പ്രോജക്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയാം. ഏതൊരു ബിസിനസ് ഐഡിയനെ നമുക്കൊരു പ്രോജക്റ്റ് ആണെന്ന് പറയാം. ഈ പ്രോജക്റ്റ് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിൽ നടപ്പിലാക്കുമ്പം നമുക്ക് ആ പ്രോജക്റ്റ് വഴി നമുക്ക് ലാഭം കിട്ടാം, ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ലാഭങ്ങൾ അല്ലെങ്കിൽ നഷ്ടം കിട്ടാം. പിന്നെ നമുക്ക് എന്താ പറയുക, ഈ പ്രോജക്റ്റ് വരുന്നത് വഴി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എന്തിനേയും നമുക്കൊരു പ്രോജക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു പ്രോജക്റ്റിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൽവേ പദ്ധതി, പിന്നെ നമുക്കൊരു എലിവേറ്റഡ് ഹൈവേ, പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ ഒരു മെട്രോ പ്രോജക്റ്റ്, പിന്നെ ഒരു IT പാർക്ക്. ഇതെല്ലാം എന്തോന്നൊക്കെയാണ്, ഒരു പ്രോജക്റ്റാണ്. അതായത് എന്ത് ബിസിനസ് ആശയം അല്ലെങ്കിൽ എന്ത് ബിസിനസ് ഐഡിയ അത് നമ്മൾ സിസ്റ്റമാറ്റിക് പ്രോസസ്സിൽ നടപ്പിലാക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം, പ്രോജക്റ്റ് ആണെന്ന് പറയാം. ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രോജക്റ്റിനെ പറ്റി ദീർഘമായിട്ട് പഠിക്കും. അതിലെന്തോ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ, മാത്രമല്ല അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു പ്രോജക്റ്റ് വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ദീർഘമായിട്ട് പഠിക്കും. അതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരിൽ ആദ്യത്തെ ഹെഡിങ് നമ്മൾ എന്താണെന്ന് പഠിച്ചു, പ്രോജക്റ്റ് അപ്രൈസൽ. ഒരു ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നോക്കും. ഇതാണ് ജസ്റ്റ് നിങ്ങളിപ്പോൾ തൽക്കാലത്തെ പഠിക്കുക. ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആശയം വരുന്നത് വഴി നടപ്പിലാക്കുന്നത് വഴി നമ്മളെ ബിസിനസ് ഓർഗനൈസേഷൻ ലാഭമായിരിക്കുമോ നഷ്ടമായിരിക്കുമോ, പിന്നെ മാത്രമല്ല നമ്മുടെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ അത് നിറവേറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ വഴി നമുക്ക് അറിയാൻ പറ്റും. അടുത്തത് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു റിട്ടൺ ഡോക്യുമെൻ്റാണ് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഈ പ്രോജക്റ്റിനകത്ത് ചിലവായ തുക അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്ത തുക, ഈ പ്രോജക്റ്റ് വരുന്ന വഴി നമുക്ക് ലാഭമാണോ നഷ്ടമാണോ, ഇങ്ങനെയുള്ള എല്ലാ കണക്കുകളും അതിനകത്ത് കാണും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ തൽക്കാലം ഒരു ഔട്ട്ലൈനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രോജക്റ്റ് അപ്രൈസൽ. ഞാനൊരു ചെറിയൊരു ആശയം പറഞ്ഞു. നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രോജക്റ്റ് അപ്രൈസൽ നോക്കാം. സോ ദ പ്രോജക്റ്റ് അപ്രൈസൽ. The appraisal is assessment of a project in terms of cost and benefits associated with predicting the viability. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം ആദ്യം എന്താണ് ഒരു പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയാം. അതായത് നമ്മളൊരു പ്രോജക്റ്റിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണ്. ഈ പ്രോജക്റ്റ് വരുന്നത് വഴി നമ്മളെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് നമ്മളെ ബിസിനസ്സിന് എന്തൊക്കെ കോസ്റ്റ്, എത്ര രൂപ ചിലവാകും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ എത്ര രൂപ ചിലവാകും, ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് നമ്മൾ ഒരു ചെറിയൊരു ബിസിനസ്സിന് ചിലവാകണമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ഭാവിയിൽ എന്ത് പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ 2 ലക്ഷം രൂപ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭാവിയിൽ ഒരു 5 ലക്ഷം രൂപ ലാഭമായിട്ട് കിട്ടും എന്ന് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അതായത് ഒന്നുമില്ല, നമ്മളൊരു കുറച്ച് എമൗണ്ട് ഒരു പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഭാവിയിൽ അതുവഴി ലാഭം അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കിട്ടുമെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഇഫ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ പ്രോജക്റ്റ് എന്ത് ചെയ്യുമെന്ന് പറയാം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ 2 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 5 ലക്ഷത്തിന് പകരം 1 ലക്ഷം രൂപയാണ് കിട്ടുന്നതെന്ന് വെച്ചോ. നമുക്ക്
കോസ്റ്റ് 2 ലക്ഷം രൂപയായി, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് അല്ല ലോസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണെങ്കിൽ അവിടെ 1 ലക്ഷം രൂപ നഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് ലോസ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളെ കോസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുമെങ്കിൽ, അതായത് കോസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ലാഭം, നമ്മൾ ചിലവായ എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ലാഭം കിട്ടും അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കിട്ടുമെങ്കിൽ ആ പ്രോജക്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് നമ്മളെ കോസ്റ്റ് ആണ് കൂടുതൽ ബെനിഫിറ്റിനേക്കാൾ ആണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് എന്ത് ചെയ്യും എന്ന് പറയാം? റിജക്റ്റ് ചെയ്യും എന്ന് പറയാം. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ കോസ്റ്റ് കുറവും ബെനിഫിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് ലാഭമാണ് കിട്ടുന്നെങ്കിൽ ആ പ്രോജക്റ്റിനെ നമ്മൾ, ഇപ്പോൾ ആ പ്രോജക്റ്റ് ഫൈനാൻഷ്യലി ബെനിഫിറ്റഡ് ആണ് അല്ലെങ്കിൽ ലാഭം കിട്ടുമെങ്കിൽ ആ പ്രോജക്റ്റ് നമുക്ക് എന്ത് പറയാം? വയബിൾ ആണെന്ന് പറയാം. ഫൈനാൻഷ്യലി വയബിൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഫീസിബിൾ ആണെന്ന് പറയാം. എന്തുവാണ്? ഫൈനാൻഷ്യലി ഫീസിബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോജക്റ്റ്, ഒരാശയം നമ്മൾ അറിഞ്ഞു. ഓക്കെ, നമുക്കൊരു ബിസിനസ് ആശയമുണ്ട്. ആ ബിസിനസ് ആശയം നമ്മൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ആ ബിസിനസ്സിന് നമുക്ക് എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും, ആ രൂപ നമ്മൾ അല്ലെങ്കിൽ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഭാവിയിൽ ലാഭം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനാണ് നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇപ്പം ആ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുമെങ്കിൽ ആ പ്രോജക്റ്റിനെ നമ്മൾ ഫൈനാൻഷ്യലി ഫീസിബിൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി വയബിൾ എന്ന് പറയും. ഇപ്പോൾ ആ പ്രോജക്റ്റിൽ നമുക്ക് നഷ്ടമാണെങ്കിൽ ആ പ്രോജക്റ്റ് അവിടെ വെച്ച് നമ്മൾ ഉപേക്ഷിക്കും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും എന്ന് പറയാം. അടുത്ത സെൻറ്റൻസ് നോക്കാം. പ്രോജക്ട്സ് ഈസ് ഇവാലുവേറ്റഡ് ബൈ financial institutions. Project is evaluated by financial institutions and this is done to determine the credit worthiness before extending a financial assistance. ഇപ്പോൾ നമ്മൾ എന്ത് പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കണമെങ്കിലും നമ്മൾ ആരെ കയ്യിൽ നിന്ന്, നമ്മളെ സ്വന്തം പൈസയിൽ നിന്നായിരിക്കും നമ്മൾ ബിസിനസ് നടത്തുന്നത്. അല്ല, നമ്മൾ മിക്ക ഒരു ലോൺ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആശയം നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ നടപ്പിലാക്കുന്നതിൽ ലോൺ എടുക്കുമ്പം ഈ ലോൺ തരുന്ന ഓർഗനൈസേഷൻസ് ആരൊക്കെ ആയിരിക്കും? ഒരു ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് ഏജൻസി ആയിരിക്കാം. നമുക്ക് ലോൺ തരുന്ന ഏതെങ്കിലും, കടം തരുന്ന ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കാം നമുക്ക് ലോൺ തരുന്നത് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ നമുക്ക് ലോൺ തരണമെങ്കിൽ അവർക്ക് ആദ്യം ബോധ്യമാവണം ഈ പ്രോജക്റ്റ് വരുന്നത് വഴി ഈ കമ്പനിക്ക് ലാഭം കിട്ടും, ലാഭം കിട്ടിയാൽ അവർക്ക് തിരിച്ച് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം. അതായത് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ആളുകൾക്ക് എന്തോന്നുണ്ട്, ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ആളുകൾക്ക് തിരിച്ചത് ആ എടുക്കുന്ന ലോൺ തിരിച്ച് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ബോധ്യമായാൽ മാത്രമേ നമ്മളെ ഈ പ്രോജക്റ്റിന് ഈ ഫൈനാൻഷ്യൽ ഏജൻസി അല്ലെങ്കിൽ ക്രെഡിറ്റ് ഏജൻസീസ് നമുക്ക് എന്തോ വരുള്ളൂ, ലോൺ തരത്തുള്ളൂ. അപ്പോൾ അതാണ് പ്രോജക്റ്റ് അപ്രൈസൽ. ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഫൈനാൻഷ്യലി വയബിൾ ആണെങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റിന് നമ്മളെ ഒരു ഫൈനാൻഷ്യൽ ഏജൻസി അല്ലെങ്കിൽ ഒരു ബാങ്കോ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കോ ആരായാലും നമുക്ക് ലോൺ തരത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൽ ആ പോയിന്റ് പറയുന്നത്. ആൻഡ് പ്രോജക്റ്റ് അപ്രൈസൽ ഈസ് exercise is a systematic and comprehensive evaluation of the project to decide whether the venture will meet the objectives of the organization. ഓക്കെ, ഈ പ്രോജക്റ്റ് അപ്രൈസൽ വഴി നമ്മൾ കോസ്റ്റിനെ പറ്റി പഠിക്കും. ആ കോസ്റ്റ് നമുക്ക് എത്രമാത്രം കോസ്റ്റ് ആണോ ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നത്, അത്രമാത്രം ചിലവാകുന്ന എമൗണ്ട് വഴി നമുക്ക് ലാഭം കിട്ടുമോ, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് വഴി നമുക്കറിയാം നമ്മളെ ഓർഗനൈസേഷൻ്റെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് എന്തോന്ന് ഹെൽപ്പ് ചെയ്യും, പ്രോജക്റ്റ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ നമുക്ക് പ്രോജക്റ്റ് അപ്രൈസൽ നമ്മുടെ ഒരു കണ്ടംപററി ടൈം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്സാമ്പിൾ വെച്ചാണ് പറയാം. നമുക്ക് പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രത്ത് വരുന്ന ഒരു വലിയൊരു പ്രോജക്റ്റാണ് ട്രിവാൻഡ്രം മെട്രോ വരുന്നു എന്ന് പറയുന്നത്. എല്ലാവരും കേട്ടില്ലേ? ട്രിവാൻഡ്രം മെട്രോ, തിരുവനന്തപുരത്ത് മെട്രോ വരുന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലേ? മെട്രോ റെയിൽ. അപ്പോൾ ട്രിവാൻഡ്രം മെട്രോ റെയിൽ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ട്രിവാൻഡ്രം മെട്രോ ഒരു പ്രോജക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ? ട്രിവാൻഡ്രം മെട്രോ ഒരു പ്രോജക്റ്റ് ആണെന്ന് നമുക്ക് പറയാമോ? നമുക്ക് ട്രിവാൻഡ്രം മെട്രോ ഒരു
പ്രോജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ ട്രിവാൻഡ്രം മെട്രോ ഒരു പ്രോജക്റ്റാണ്. നമ്മൾ ഈ ട്രിവാൻഡ്രം മെട്രോയ്ക്ക് ടോട്ടൽ വരുന്ന കോസ്റ്റ് ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്ത്, അതായത് ഒരു ഗവൺമെൻറ് പറഞ്ഞു ഓക്കെ നമുക്ക് 11,560 കോടി, 11,560 crores ആണ് ട്രിവാൻഡ്രം മെട്രോയ്ക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നു. ട്രിവാൻഡ്രം മെട്രോയ്ക്ക് വരുന്ന കോസ്റ്റ്. പക്ഷേ ഇപ്പോൾ ട്രിവാൻഡ്രം മെട്രോയുടെ കോസ്റ്റ് ഇതാണ്. അപ്പം ട്രിവാൻഡ്രം മെട്രോ ഭാവിയിൽ നമുക്ക് ലാഭം കിട്ടും, ഇപ്പോൾ ബെനിഫിറ്റ്സ് കിട്ടും അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് കിട്ടും എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ 11,560 കൂടുതൽ രൂപ നമ്മൾ ഭാവിയിൽ ഈ മെട്രോ വന്നാൽ തന്നെ നമുക്ക് തിരിച്ച് നേടാൻ പറ്റും എന്നുള്ള കാര്യവും നമ്മൾ അനലൈസ് ചെയ്തു. ഇപ്പോൾ ഈ ട്രിവാൻഡ്രം മെട്രോയിലെ കോസ്റ്റും ബെനിഫിറ്റ്സും ആദ്യം അനലൈസ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് അപ്രൈസൽ, ഇപ്പോൾ ഗവൺമെൻറ് നോക്കിയപ്പോൾ നമ്മൾ പ്രോജക്റ്റ് ട്രിവാൻഡ്രം മെട്രോയ്ക്ക് 11,560 കോടി രൂപ ആണ് ചിലവാകുന്നത്. അതുവഴി നമുക്ക് ഭാവി കാലങ്ങളിൽ ലാഭം കിട്ടും അല്ലെങ്കിൽ ലാഭം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഗവൺമെൻറ് ഒരു പഠനം നടത്തിയിട്ട് പറയുകയാണ്. ഇതിൽ നമുക്ക് ഇതിനെയാണ് ഇപ്പോൾ പ്രോജക്റ്റ് അപ്രൈസൽ. ട്രിവാൻഡ്രം മെട്രോ എന്ന് പറഞ്ഞ റെയിൽ എന്ന് പറഞ്ഞാൽ ഇത് പ്രോജക്റ്റാണ്. നമുക്ക് എത്ര രൂപ ചിലവാകുന്നു അതാണ് 11,560. അത് നമ്മുടെ എന്തുവാണ്, കോസ്റ്റാണ്. അപ്പോൾ ആ കോസ്റ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ഭാവിയിൽ നമുക്ക് ഈ മെട്രോ സർവീസ് ചെയ്യുന്നത് വഴി നമുക്ക് ലാഭം കിട്ടും അല്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടും എന്നും ഗവൺമെൻറ് മനസ്സിലായി. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു പറയാം, കോസ്റ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് എന്താണെന്ന് നമുക്ക് പറയാം, ഫൈനാൻഷ്യലി വയബിൾ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഫീസിബിൾ ആണെന്നും പറയാം. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഗവൺമെൻറ് 11,560 രൂപയാണ് കോസ്റ്റ് എന്ന് പറഞ്ഞു. ഈ 11,560 രൂപ 11,560 കോടി രൂപയാണ്. ഈ 11,560 കോടി രൂപ ട്രിവാൻഡ്രം മെട്രോയിലേക്ക് ഫുൾ എമൗണ്ട് കേരള ഗവൺമെൻറ് ആണോ കൊടുക്കുന്നത്? അല്ല. അപ്പോൾ ഈ 11,560 കോടിയും ഗവൺമെൻറ് എന്താണ് എടുക്കാൻ പോകുന്നത്? ലോണാണ് എടുക്കാൻ പോകുന്നത്. ഇതിൽ 20%, ഈ 11,560ൻ്റെ 20% കേരള ഗവൺമെൻറ് ഫണ്ടായിട്ട് കൊടുക്കും. പിന്നെ ബാക്കി 20%, ഒരു 20% സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടായിട്ട് കൊടുക്കും. ബാക്കി ഇപ്പം 20 എത്രയായി, 40%. ബാക്കി 60% ഉണ്ടല്ലോ. ബാക്കി 60% ഒരു എക്സ്റ്റേണൽ ഏജൻസിയിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഏജൻസി എന്ന് പറയുമ്പോൾ അത് ചിലപ്പം ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആവാം, വേൾഡ് ബാങ്ക് ആവാം, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പുറത്തുള്ള ഏതെങ്കിലും ഒരു വലിയൊരു ആഗോള സ്ഥാപനം അല്ലെങ്കിൽ ആഗോള ഫൈനാൻഷ്യൽ ഏജൻസി ആയിരിക്കാം. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഏജൻസിനെയാണ് നമ്മൾ പറയുന്നത് ഫൈനാൻഷ്യൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഏജൻസി ഈ 60% ഫണ്ട് ഈ മെട്രോ പ്രോജക്റ്റിന് വേണ്ടി തരണമെങ്കിൽ നമുക്ക് ഭാവിയിൽ ഈ പ്രോജക്റ്റ് ഫൈനാൻഷ്യലി വയബിൾ ആണ് എന്ന് ആ എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ ആ ഫൈനാൻഷ്യൽ ഏജൻസിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് തരത്തുള്ളൂ. ലോൺ അല്ലെങ്കിൽ എന്ത് തരത്തുള്ളൂ എന്ന് പറയാം, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് തരത്തുള്ളൂ എന്ന് പറയാം. ഓക്കെ. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി. ഇതിൽ എന്തുവാണ് നമുക്കിപ്പോൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ലോൺ തരുമോ ഇല്ലയോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി ഒരു കാര്യം, ഈ ട്രിവാൻഡ്രം മെട്രോ പ്രോജക്റ്റ് കേരള ഗവൺമെൻറ് ട്രിവാൻഡ്രം മെട്രോ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിലാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. ആ ഓർഗനൈസേഷൻ്റെ പേരാണ് KMRL. അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നൊരു പ്രൈവറ്റ് കമ്പനിക്കാണ് ഈ ട്രിവാൻഡ്രം മെട്രോയുടെ പണി അല്ലെങ്കിൽ വർക്ക്, അതായത് അതിൻ്റെ പണി ചെയ്ത് മെട്രോ സ്ഥാപിക്കാനായിട്ടുള്ള ചുമതല കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഏത് കമ്പനിയാണോ മെട്രോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനീനെ നമ്മൾ പറയും, പ്രൊമോട്ടർ എന്ന് പറയും. ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന കമ്പനീനെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ടേമുകൾ നിങ്ങൾക്കൊന്ന് തൽക്കാലം ഒരു ഔട്ട്ലൈൻ ആയിട്ട് വെക്കുക.
ഇത് ഈ എക്സാമ്പിൾ നിങ്ങൾ ഈ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ പ്രൊമോട്ടർ, പിന്നെ കോസ്റ്റ് ബെനിഫിറ്റ്. കോസ്റ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ആ പ്രോജക്റ്റ് ഫൈനാൻഷ്യലി വയബിൾ അല്ലെങ്കിൽ ഫീസിബിൾ ആണെന്ന് പറയും. നമുക്ക് ഏത് പ്രോജക്റ്റിനും നമുക്കൊരു ലോൺ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി തരുന്ന ഓർഗനൈസേഷൻ നമ്മൾ എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഏജൻസി എന്ന് പറയാം. ഈ ഫൈനാൻഷ്യൽ ഏജൻസി ആയിരിക്കും ആ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റിയും നമ്മളെ റീപേയിങ് കപ്പാസിറ്റിയും നോക്കിയിട്ട് ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പ്രോജക്റ്റും ഫൈനാൻഷ്യലി അപ്രൈസലിന് വേണ്ടി നമ്മൾ നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കോസ്റ്റും ബെനിഫിറ്റും. ഞാനിത് ട്രിവാൻഡ്രം മെട്രോ ഒരു എക്സാമ്പിൾ വെച്ച് പ്രോജക്റ്റ് അപ്രൈസൽ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് ഒരു നല്ലൊരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു ഈ എക്സാമ്പിൾ വഴി. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ പഠിച്ചു. ഇനി അടുത്ത ടൈപ്സ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ. ഒരു പ്രോജക്റ്റ് അപ്രൈസൽ നടപ്പിലാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? അത് എന്തൊക്കെ നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുന്നത്? ഒരു പ്രോജക്റ്റ് നമ്മൾ ഭാവിയിൽ നടപ്പിലാക്കുന്നത് വഴി നമുക്ക് ലാഭം കിട്ടുമോ, നഷ്ടം കിട്ടുമോ? ലാഭം കിട്ടിയാൽ നമ്മൾ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും, നഷ്ടം കിട്ടിയാൽ ആ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ദീർഘമായിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ പ്രോജക്റ്റ് നടന്നിട്ടില്ല, ഈ പ്രോജക്റ്റ് നടക്കുന്നതിന് മുമ്പ് ഈ ഭാവിയിൽ ഈ പ്രോജക്റ്റ് ലാഭമാവോ നഷ്ടമാവോ, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്തതും റിജക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റാണ് നമ്മൾ ടെക്നിക്കൽ അപ്രൈസൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് മാനേജ്മെന്റ് അപ്രൈസൽ. മൂന്നാമത്തെ എൻവയറമെന്റൽ അപ്രൈസൽ. നാലാമത്തെ മാർക്കറ്റ് അപ്രൈസൽ. അഞ്ചാമത്തത് സോഷ്യൽ ആൻഡ് ഫൈനാൻഷ്യൽ അപ്രൈസൽ. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞാൽ ആറാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ അപ്രൈസൽ. ആറാമത്തെ പോയിന്റ് സോഷ്യൽ അപ്രൈസൽ. നമ്മൾ ഈ ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ അതിന് മുമ്പ് ഞാൻ എന്താണ് ഈ ഓരോ പോയിന്റ് എന്ന് ഞാൻ ചെറിയൊരു ഔട്ട്ലൈൻ തരാം. ആദ്യത്തെ പോയിന്റ് ടെക്നിക്കൽ അപ്രൈസൽ. ടെക്നിക്കൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു പ്രോജക്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈക്കിളിനൊക്കെ പറ്റി ദീർഘമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ ദീർഘമായിട്ട് അസസ്മെന്റ് നടത്തുന്നതിനാണ് നമ്മൾ ടെക്നിക്കൽ അപ്രൈസൽ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പക്ഷെ തൽക്കാലം ഈ വാക്കുകൾ ഓർത്ത് വെക്കുക, അതാകുമ്പോൾ നമുക്ക് എക്സാമിന് പെട്ടെന്ന് ഐഡിയാസ് കിട്ടും. ഇത് പിന്നെ മാനേജ്മെന്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കുമല്ലോ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു നമ്മളെ നമ്മളെ ട്രിവാൻഡ്രം മെട്രോയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ ഈ മെട്രോ പ്രോജക്റ്റ് നടപ്പിലാക്കാനായിട്ട് ഉള്ള ചുമതല കൊടുത്തത്. ആ ഓർഗനൈസേഷൻ്റെ പേര് നമ്മൾ പറഞ്ഞു KMRL ആണെന്ന് പറഞ്ഞു. ആ ഓർഗനൈസേഷൻ നമ്മൾ പ്രൊമോട്ടർ എന്നാണ് ഒരു ടെക്നിക്കൽ ടേമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പ്രൊമോട്ടറിന് അവരുടെ മാനേജിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ മാനേജിങ് എഫിഷ്യൻസി, അവരുടെ മാനേജിങ് കപ്പാസിറ്റി, മാനേജിങ് എഫിഷ്യൻസി, അവരുടെ മാനേജിങ് കപ്പാസിറ്റിയും മാനേജിങ് എഫിഷ്യൻസി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ദീർഘമായിട്ട് പഠിക്കും. മാത്രമല്ല അവർക്ക് ഇതേപോലത്തെ ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ ഏത് പ്രോജക്റ്റാണ്, ഇപ്പോൾ ഒരു മെട്രോ പ്രോജക്റ്റിന് എക്സാമ്പിളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു റോഡ് പണിയാവാം, ഇങ്ങനെ ഇതിനു മുമ്പ് അവർക്ക് ഈ പ്രോജക്റ്റ് ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള പ്രോജക്റ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും, ദീർഘമായിട്ട് പഠിക്കും. കാര്യം എന്താണ്, നമ്മളൊരു പ്രോജക്റ്റ് നല്ലൊരു വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടറിൻ്റെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ പ്രോജക്റ്റ് ഏൽപ്പിക്കത്തുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എൻവയറമെന്റൽ അപ്രൈസൽ. അതായത് നമ്മുടെ ഈ പ്രോജക്റ്റ് വരുന്നത് വഴി എൻവയറമെന്റ് എന്തെങ്കിലും ദോഷകരമായി ബാധിക്കുമോ, അങ്ങനത്തുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ് എൻവയറമെന്റൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അതായത് ഇമ്പാക്ട് ഓഫ് പ്രോജക്റ്റ് ഓൺ ദി എൻവയറമെന്റ്. ഈ പ്രോജക്റ്റ് വരുന്നത് വഴി ഈ എൻവയറമെന്റിന് എന്തെങ്കിലും ദോഷകരമായിട്ട് ബാധിക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം എത്രയാണ്, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് എൻവയറമെന്റൽ അപ്രൈസൽ എന്ന് പറയുന്നത്. നാലാമത്തത് മാർക്കറ്റ് അപ്രൈസൽ. ഈ മാർക്കറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല മക്കളേടാ. മാർക്കറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ മെട്രോ വരികയാണ്. ഈ മെട്രോ വരികയാണെങ്കിൽ ആ മെട്രോയിൽ കയറാൻ എന്ത് വേണം? ആളുകൾ വേണം. ആളുകൾ കയറിയാലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, വരുമാനം കിട്ടത്തുള്ളൂ. അതായത് ഈ മെട്രോ യൂസ് ചെയ്യാൻ ആളുകളുണ്ടോ, അല്ലെങ്കിൽ മെട്രോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ആളുകളുണ്ടോ? മെട്രോ എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തിന് ഡിമാൻഡ് ഉണ്ടോ? ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ,
വരുമാനം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നാളെ നമ്മളൊരു പ്രോജക്റ്റ് നടപ്പിലാക്കി ആ പ്രോജക്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നമുക്ക് ലാഭകരമാവണം. അതായത് അത് യൂസ് ചെയ്യാൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് വേണം. അപ്പോൾ നാളെ ഒരു മെട്രോ റെയിൽ വന്നു, ആ മെട്രോ റെയിൽ യൂസ് ചെയ്യാൻ ആളുകൾ കയറണം. ആളുകൾ കുറേ പേര് കയറുമ്പോൾ ആ മെട്രോയ്ക്ക് എന്തുണ്ടെന്ന് പറയാം, നമുക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാം അല്ലേ. ഡിമാൻഡൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് ആക്ച്വലി ദ ഡിസയർ ബാക്ക് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ ഫോർ എ കമോഡിറ്റി. കുറേ ആളുകൾ ഒരു പ്രോഡക്റ്റിൽ ആകർഷിതരാവുകയും ആ പ്രോഡക്റ്റിന് വേണ്ടി പൈസ ചിലവാക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്തുണ്ടെന്ന് പറയാം, നമുക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പം മാർക്കറ്റ് അപ്രൈസൽ ആണ് നാലാമത്തെ പോയിന്റ്. അടുത്തത് ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ അപ്രൈസൽ. ഇക്കണോമിക് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. നമുക്ക് ലാഭം കിട്ടുമോ, അതായത് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ലാഭം കിട്ടുമോ എന്നുള്ള കാര്യത്തിനെ പറ്റി ദീർഘമായിട്ട് പഠിക്കുന്നതാണ് ഇക്കണോമിക് അപ്രൈസൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോസ്റ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ആണെങ്കിൽ ഈ പ്രോജക്റ്റ് ഇക്കണോമിക്കലി ഫീസിബിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇതിനെപ്പറ്റി ദീർഘമായിട്ട് നമ്മൾ എക്കണോമിക് ലാഭകരമാവുമോ എന്നുള്ള കാര്യത്തെ പറ്റി ദീർഘമായിട്ട് പഠിക്കുന്നതാണ് എക്കണോമിക് അപ്രൈസൽ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ ഫൈനാൻഷ്യൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഫൈനാൻഷ്യൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ ഈ പ്രോജക്റ്റിന് ഫണ്ട് കണ്ടെത്തുന്നത്, ആ പ്രോജക്റ്റിന് ഫണ്ട് കണ്ടെത്തുന്നത് നമുക്ക് തിരിച്ച് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഫൈനാൻഷ്യൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഏജൻസി ആയിരിക്കും അല്ലേ. ഞാനിപ്പോൾ ഒരു നമ്മളെ കേരള തിരുവനന്തപുരം മെട്രോ എക്സാമ്പിളിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസി പറഞ്ഞായിരുന്നു. അത് വേൾഡ് ബാങ്ക് ആവാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആവാം എന്നെല്ലാം നമ്മളിവിടെ ഒരു ഇത് പറഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെ പറഞ്ഞല്ലോ ADB, വേൾഡ് ബാങ്ക്, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഏജൻസി. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ ഫണ്ട് കണ്ടെത്തുന്നത് ആ ഫണ്ട് നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫൈനാൻഷ്യൽ അപ്രൈസലിൽ നമ്മൾ നോക്കുന്നത്. അടുത്ത ലാസ്റ്റ് സോഷ്യൽ അപ്രൈസൽ. പറഞ്ഞാൽ നമ്മളെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് നടത്തുന്നത്. ഇതാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. നമുക്ക് സാമൂഹ്യമായ എന്തെങ്കിലും ലാഭം കിട്ടുമോ, സാമൂഹ്യപരമായി നമ്മുടെ സമൂഹത്തിന് കുറേ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം കൂടുമോ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂടുമോ ഈ പ്രോജക്റ്റ് വരുന്നത് വഴി, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ അപ്രൈസൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് വരികയാണ് അല്ലേ. വിഴിഞ്ഞം പോർട്ട് വന്നു. വിഴിഞ്ഞം പോർട്ട് വരുന്നത് വഴി എന്തൊക്കെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. സാമൂഹ്യമായിട്ട് നമ്മളെ തിരുവനന്തപുരം എന്ന ജില്ലയ്ക്ക് കുറേ വരുമാനം കിട്ടും അല്ലേ, റവന്യൂ കൂടാൻ തുടങ്ങും. പിന്നെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലേ. ഇതൊക്കെ എന്തോന്നാണെന്ന് നമുക്ക് പറയാം, നമുക്കൊരു സോഷ്യൽ അപ്രൈസൽ ആണെന്ന് പറയാം. ഓക്കെ, നമുക്കിനി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ ഈ പറഞ്ഞ ഈ മെയിൻ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ കണ്ടന്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോർ, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ലൈഫ് ഓഫ് ദിസ് ആസ്പെക്ട്സ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ചും കൂടെ ദീർഘമായിട്ട് കുറച്ചും കൂടെ ഒന്ന് വലിച്ചു നീട്ടി പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പോയിന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷനും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം ടെക്നിക്കൽ അപ്രൈസൽ. ടെക്നിക്കൽ അപ്രൈസൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ പറഞ്ഞത് പ്രൊഡക്ഷൻ പ്രോസസ് എന്ന ആശയത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറഞ്ഞല്ലേ. ടെക്നിക്കൽ അപ്രൈസൽ മീൻസ് അസസ്മെന്റ് ഓഫ് വേരിയസ് റിക്വയർമെന്റ്സ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, ഉൽപാദനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ്, അതിനെപ്പറ്റി നമ്മൾ ദീർഘമായിട്ട് പഠിക്കുന്നതിനാണ് ടെക്നിക്കൽ അപ്രൈസൽ എന്ന് പറയുക. അതായത് നമ്മൾ ഉൽപാദനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും, അതിനെപ്പറ്റി എത്ര രൂപ ചിലവാകും, ഇങ്ങനത്തെ ഉള്ള ഇതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ടെക്നിക്കൽ അപ്രൈസൽ എന്ന് പറയാം. അത് ടെക്നിക്കൽ അപ്രൈസൽ ഇറ്റ് ഇൻക്ലൂഡ്സ് അസസ്മെന്റ് ഓഫ് ലാൻഡ്. അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് നടത്തണമെങ്കിൽ നമുക്കൊരു ലാൻഡ് വേണം. ആ ലാൻഡിനെ പറ്റി എവിടെ നിന്ന് കണ്ടെത്തും, ആ ലാൻഡ് നമുക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ലാൻഡിന് നമുക്ക് എന്തൊക്കെ ചിലവാകും, ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റി. പ്രൊഡക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റിയുള്ള അസസ്മെന്റ്. അതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റിയുള്ള അസസ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റി നമ്മൾ അസസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ, അവൈലബിലിറ്റി ഓഫ് ലാൻഡ്. ഓക്കെ,
നമ്മൾ ഈ പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലത്തിൻ്റെ ലഭ്യതയെ പറ്റി നമ്മൾ ദീർഘമായിട്ട് പഠിക്കും. അത് കഴിഞ്ഞാൽ മെഷീനറി, നമ്മൾ ഉൽപ്പാദനം നടത്തുന്ന മെഷീനറി ഇല്ലേ, അല്ലെങ്കിൽ ആ യന്ത്രമില്ലേ, ആ യന്ത്രത്തെ പറ്റി നമ്മൾ ദീർഘമായിട്ട് പഠിക്കും. അതായത് ഈ മെഷീനറി വാങ്ങാൻ എത്ര രൂപ നമുക്ക് ചിലവാകും, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഉൽപ്പാദനം നടത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണമല്ലേ. ഈ റോ മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ ദീർഘമായിട്ട് പഠിക്കും. പിന്നെ വാട്ടർ, പവർ, വാട്ടർ വേണം അല്ലേ, വാട്ടർ വേണം, പവർ വേണം. ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് വാട്ടറും പവറും ഇല്ലാതെ ചിന്തിക്കാൻ പറ്റുമോ? പിന്നെ ലേബർ, ട്രെയിൻഡ് ലേബർ, അതായത് എംപ്ലോയീസ്, നല്ല സ്റ്റാഫുകൾ വേണം അല്ലേ, ട്രെയിൻഡ് ലേബർ അല്ലെങ്കിൽ എംപ്ലോയീസ് വേണം. അപ്പോൾ ഈ എംപ്ലോയീസിനെ പറ്റി നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ എവിടെ നിന്ന് കണ്ടെത്തും, ഇങ്ങനത്തെ കാര്യത്തെ പറ്റി നമ്മൾ ദീർഘമായിട്ട് പഠിക്കും. പിന്നെ സർവീസ് ആൻഡ് റിപ്പയറിംഗ് ഫെസിലിറ്റീസ് അല്ലേ, സർവീസ് ആൻഡ് റിപ്പയറിംഗ് ഫെസിലിറ്റീസ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ അത് നമുക്ക് തിരിച്ചത് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? സർവീസും റിപ്പയറിംഗ് ഫെസിലിറ്റീസും വേണം. സർവീസും റിപ്പയറിംഗ് ഫെസിലിറ്റീസും വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ദീർഘമായിട്ട് പഠിക്കുന്നതിനാണ് എന്തോ പറയുക, ടെക്നിക്കൽ അപ്രൈസൽ എന്ന് പറയുന്നത്. എന്താണ് ടെക്നിക്കൽ അപ്രൈസൽ എന്ന് പറയുക? അടുത്ത് നമ്മൾ മാനേജ്മെന്റ് അപ്രൈസൽ. മാനേജ്മെന്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ആർക്കാണോ ഈ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഏൽപ്പിക്കുന്നത് ആ ഓർഗനൈസേഷൻ നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയും. ഈ പ്രൊമോട്ടറിന് ഇതിനകത്തുള്ള എംപ്ലോയീസിന് അവർ മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടോ, അവർക്ക് കാര്യങ്ങളൊക്കെ നല്ല കമ്മിറ്റ്മെൻറ്റോടുകൂടി നല്ല എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് നടപ്പിലാക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ് മാനേജ്മെന്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതായത് ഇവാലുവേഷൻ ഓഫ് മാനേജറിയൽ കോമ്പറ്റൻസീസ് ഓഫ് ദ പ്രൊമോട്ടർ. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ആ കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളെ ട്രിവാൻഡ്രം മെട്രോ വരെ പ്രൊമോട്ടർ ആരാണെന്ന് പറഞ്ഞു? KMRL, അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞായിരുന്നു. ഇനി എക്സാമ്പിൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആശയം നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് KMRL ഇതാണ് ഇവിടുത്തെ പ്രൊമോട്ടർ എന്ന് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഈ പ്രൊമോട്ടറിനെ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, കേപ്പബിലിറ്റി ഉണ്ടോ എന്നെല്ലാം നോക്കുന്നതിനാണ് നമ്മൾ മാനേജ്മെന്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അപ്രൈസൽ ഇൻക്ലൂഡ്സ് അപ്രൈസൽ ഓഫ് ക്യാരക്ടർ, അതായത് ഈ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ക്യാരക്ടർ, കമ്മിറ്റ്മെന്റ്, അവരുടെ കമ്മിറ്റ്മെന്റ്, വർക്ക് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഏത് ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മളിപ്പം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണോ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ആണോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ഈ മെട്രോ പ്രോജക്റ്റ് നടപ്പിലാക്കണമെങ്കിൽ അവർ കൂടുതലും ടെക്നിക്കലി നോളജ് ഉള്ള എംപ്ലോയീസ് ആയിരിക്കണം ആ മാനേജ്മെൻറ്റിനകത്തും ആ ഓർഗനൈസേഷനകത്തും ഉള്ളത്. അങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഓഫ് ദ പ്രൊമോട്ടർ. പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇപ്പം നമ്മളിപ്പം മെട്രോ പ്രോജക്റ്റ് ആണ് ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ട്രിവാൻഡ്രം മെട്രോയ്ക്ക് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം മെട്രോൻ്റെ പ്രൊമോട്ടർ ആരാണ്? ഞാൻ പറഞ്ഞു, KMRL ആണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞത്. KMRL. ഈ KMRLന് പ്രീവിയസ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കും. എന്തെങ്കിലും മെട്രോ എല്ലാം പണിതിട്ടുണ്ടോ എന്ന് നോക്കിയാൽ അവർ കൊച്ചി മെട്രോ പണിതിട്ടുണ്ട്. അപ്പോൾ അവരത് എഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ കൊച്ചി മെട്രോ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് ലാഭത്തിലാണ് പോകുന്നത്. അപ്പം അവരൊക്കെ എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, അവരുണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ലാഭത്തിലാണ് പോകുന്നത്. അപ്പോൾ അവരുടെ മാനേജിങ് സ്കിൽസ് എഫിഷ്യൻ്റ് ആണ്, എഫക്റ്റീവ് ആണ്. അപ്പോൾ അവരെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ സഹായം അല്ലെ അവരെ പ്രൊമോട്ടറായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം, അവരുടെ മാനേജ്മെന്റ് കപ്പാസിറ്റിയിൽ നമുക്ക് വിശ്വസിക്കാം എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഈ മാനേജ്മെന്റ് അപ്രൈസൽ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നടത്തുമ്പോഴാണ്. അടുത്ത പോയിന്റ് എൻവയറമെന്റൽ അപ്രൈസൽ. സോ എൻവയറമെന്റൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാമൂഹിക എന്ന് വെച്ചാൽ നമ്മളെ സമൂഹത്തിന് ഈ പ്രോജക്റ്റ് വരുന്നത് വഴി എന്തെങ്കിലും ദൂഷ്യവശം ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വല്ല ദൂഷ്യവശം ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ മിനിമൈസ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് എൻവയറമെന്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇമ്പാക്ട് ഓഫ് ദ പ്രോജക്റ്റ് ഓൺ ദ എൻവയറമെന്റ്. അതായത് ഈ പ്രോജക്റ്റ് വരുന്നത് വഴി എന്ത് ആഘാതമാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനാണ് നമ്മൾ എൻവയറമെന്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ടു മിനിമൈസ് ദ ഇമ്പാക്ട്. അങ്ങനെ എന്തെങ്കിലും ദൂഷ്യവശം ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ദെയർഫോർ ദ ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ഓക്കെ, ആ പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ, പിന്നെ ടെക്നോളജി, എന്തൊക്കെ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. നമ്മളിപ്പോൾ എന്ത് പ്രോജക്റ്റ് വന്നാലും അവിടെ വേസ്റ്റ് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ടോ, are to be decided by considering the public health, pollution, conservation of the natural resources.
നമ്മളെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കൺസർവേഷനും പിന്നെ പൊല്യൂഷനും ഹെൽത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഒരു പ്രോജക്റ്റിന് എൻവയറമെൻ്റൽ അപ്രൈസൽ നടത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പം കൊച്ചിൻ മെട്രോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്ത് ഒരു പ്രോജക്റ്റ് വന്നാലും അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെട്രോ വന്നാലും അത് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ എൻവയറമെൻറ്റിന് പരിസ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനാണ് എൻവയറമെൻ്റൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് അപ്രൈസൽ. ഞാൻ മാർക്കറ്റ് അപ്രൈസൽ പറഞ്ഞപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് വാക്ക് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഡിമാൻഡ് എന്നൊരു വാക്ക് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് ഏത് പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സ് വേണം, എങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും. ബിഫോർ ദ പ്രൊഡക്ഷൻ ആക്ച്വലി സ്റ്റാർട്ട്സ് ദ ഓൺട്രപ്രനർ ഡിറ്റർമൈൻ ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. അതായത് നാളെ ഒരു മെട്രോ ട്രിവാൻഡ്രം മെട്രോ വരികയാണെന്ന് വെച്ചോ, ട്രിവാൻഡ്രം മെട്രോ വന്നു കഴിഞ്ഞാൽ അതിൽ കയറാൻ എത്രമാത്രം ആളുകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ജില്ല ഒരു ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് അല്ലേ, ഭയങ്കര പോപ്പുലേറ്റഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ മെട്രോ റെയിൽ യൂസ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ട്രിവാൻഡ്രം മെട്രോയ്ക്ക് എന്ത് കാണുമെന്ന് പറയാം, ഡിമാൻഡ് കാണുമെന്ന് പറയാം. ഡിമാൻഡ് ഉണ്ടെങ്കിൽ എന്തോ കാണുമെന്ന് പറയാം, കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറയാം. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ പറയാം, ഈ ട്രിവാൻഡ്രം മെട്രോയ്ക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിമാൻഡ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. He has to analyze the possible customers of the product, where the product will be പ്രോഡക്റ്റിൻ്റെ ഇപ്പോഴത്തുള്ള പ്രസൻറ്റിലെ ഡിമാൻഡ് എത്രയാണ്, ഫ്യൂച്ചറിൽ എത്ര ഡിമാൻഡ് വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ദീർഘമായിട്ട് പഠിക്കുന്നതിനാണ് മാർക്കറ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ വിൽ ബി സ്റ്റഡീഡ് ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ അപ്രൈസൽ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ അപ്രൈസൽ നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭം കിട്ടുമെങ്കിൽ അതിനെ ഇക്കണോമിക് അപ്രൈസൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇക്കണോമിക് അനാലിസിസ് ഈസ് ഡൺ ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ബെനിഫിറ്റ് ഫ്രം ദ പ്രോജക്റ്റ് ഈസ് മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്. ഞാൻ പറഞ്ഞു, ഒരു പ്രോജക്റ്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. ആ പ്രോജക്റ്റ് എന്താണെന്ന് പറയാം, നമുക്ക് ലാഭകരമായിരിക്കും അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും എന്ന് പറയാം. പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ അത് ഇക്കണോമിക്കലി ഫീസിബിൾ ആണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇക്കണോമിക്കലി ഫീസിബിൾ അല്ലെങ്കിൽ ഇക്കണോമിക്കലി വയബിൾ ആണെന്നും പറയും. ഓക്കെ, പിന്നെ ഇൻ ഫൈനാൻഷ്യൽ അപ്രൈസൽ ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്, ദ സോഴ്സ് ഓഫ് ഫണ്ട്, പോസിബിലിറ്റി ഓഫ് ഗ്രാൻഡ് ഫ്രം ദ ഗവൺമെൻറ്, റീപേയിങ് കപ്പാസിറ്റി എക്സെട്ര ആർ ആനലൈസ്ഡ്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര കോസ്റ്റ് ആവും, ഈ കോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രം മെട്രോയുടെ കോസ്റ്റ് നമ്മൾ പറഞ്ഞു 11,560 കോടിയാണ് ട്രിവാൻഡ്രം മെട്രോയ്ക്ക് നമുക്ക് കോസ്റ്റ് ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം 11,560 കോടി നമുക്ക് ട്രിവാൻഡ്രം മെട്രോയ്ക്ക് ആയിക്കഴിഞ്ഞാൽ ഈ 11,560 രൂപ നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും? അതിലിപ്പോൾ 20% കേരള ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു, ബാക്കി 20% സെൻട്രൽ ഗവൺമെൻറ് ആണ് ഫണ്ട് തരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി 20%, ബാക്കി 40,000, ബാക്കി 60% ലോണാണ്. ഒരു എക്സ്റ്റേണൽ ഏജൻസിയിൽ നിന്നാണ് നമ്മൾ ലോൺ എടുക്കുന്നത് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫണ്ട് കണ്ടുപിടിക്കുന്നത്, എക്സ്റ്റേണൽ ഏജൻസി. പിന്നെ ഈ 60% ഫണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റ് വഴി നമുക്ക് തിരിച്ച് അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഈ 60% തിരിച്ച് അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ പറ്റി ദീർഘമായിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ ഫൈനാൻഷ്യൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അതാണ് ഫൈനാൻഷ്യൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സോഷ്യൽ അപ്രൈസൽ, സാമൂഹ്യ പഠനം അല്ലെങ്കിൽ സാമൂഹ്യമായ അപ്രൈസൽ. സോഷ്യൽ അപ്രൈസൽ ഫോക്കസ് ഓൺ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞു, സോഷ്യൽ അപ്രൈസൽ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റിനെ നമ്മൾ കൂടുതൽ ദീർഘമായിട്ട് പഠിക്കും. അതായത് നമ്മുടെ സമൂഹത്തിന് ഈ പ്രോജക്റ്റ് വരുന്നത് വഴി നമുക്ക് എന്തൊക്കെ ലാഭകരമാണ് ഉള്ളത്. ഫസ്റ്റ്, പ്രോജക്റ്റ് ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ പ്രോജക്റ്റ് ടു GDP. അതായത് ഇപ്പോൾ കേരള എന്ന് പറഞ്ഞ സംസ്ഥാനം, ഈ കേരളം എന്ന സംസ്ഥാനത്ത് ഈ വിഴിഞ്ഞം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരുന്നത് വഴിയും
വന്നു, വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നു. അതേപോലെ ട്രിവാൻഡ്രം മെട്രോ വരുന്നത് വഴി, പിന്നെ കുറേ IT പാർക്സ് ഒക്കെ പുതിയതായിട്ട് വരുമല്ലേ, IT പാർക്സ്. ഇത് ഞാൻ ട്രിവാൻഡ്രത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ട്രിവാൻഡ്രത്ത് എന്നുള്ള ജില്ലയിൽ ഇങ്ങനത്തെ ഒരു IT പാർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റ് വരുന്നത് വഴി നമ്മുടെ സ്റ്റേറ്റിൻ്റെ വരുമാനം കൂടും. സ്റ്റേറ്റ്, അതായത് കേരള എന്നൊരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ ഉള്ള കേരളത്തിൻ്റെ എന്തോ കൂടുമെന്ന് പറയാം, ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ നാഷണൽ ഇൻകം, അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ വരുമാനം കൂടും. അതിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. GDP എന്ന് പറഞ്ഞാൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഒരു ടോട്ടൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആകെ തുകേനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പോൾ GDP കൂടും. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് വരുന്നത് വഴി നമ്മുടെ കേരള എന്ന സ്റ്റേറ്റിന് സാമൂഹികമായിട്ട് അത് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ റെഡ്യൂസ് റീജിയണൽ ഇംബാലൻസ്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂറൽ ഏരിയ ആയിരുന്നു. ഇതുവരെ വിഴിഞ്ഞം എന്ന് പറഞ്ഞ ഒരു റൂറൽ, ഒരു എന്തോ പറയാം, ഒരു തീരപ്രദേശമായിരുന്നു. അവിടെ വലിയതായിട്ട് ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വിഴിഞ്ഞം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വരുന്നത് വഴി തന്നെ, അവിടെ പോർട്ട് വരുന്നത് വഴി തന്നെ അവിടെ കുറേ ബിസിനസ് വരും. ബിസിനസ് വരുന്നത് കൊണ്ട് തന്നെ കുറേ IT പാർക്കല്ല, കുറേ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരും. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ഥലം എന്താവും, ഡെവലപ്പ് ആവും. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ആകുമ്പോൾ എന്ത് കുറയും എന്ന് പറയും, റീജിയണൽ ഇംബാലൻസ്. ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം റീജിയണൽ ഇംബാലൻസസ് കുറയും. ഇപ്പോൾ അർബനും റൂറൽ ഏരിയ എന്നുള്ള ഒരു ഡിവിഷൻ നമുക്ക് ഈ പ്രോജക്ട്സ് വരുന്നത് വഴി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്ത ജസ്റ്റിഫൈസ് ഓപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലുള്ള റിസോഴ്സസ് വളരെ കുറവാണ്. അതിന് നമുക്ക് മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഈ സോഷ്യൽ അപ്രൈസൽ വഴി ഒരു പ്രോജക്റ്റിനെ നമ്മൾ മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇമ്പാക്ട്സ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പുതുതായിട്ട് ഒരു പ്രോജക്റ്റ്, ഒരു റൂറൽ ഏരിയയിൽ ഒരു പ്രോജക്റ്റ് വരികയാണ്. റൂറൽ ഏരിയയിൽ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും, റീജിയണൽ ഇംബാലൻസസ് അല്ലെങ്കിൽ ആളുകളുടെ വരുമാനം കൂടും. ആ വരുമാനം കൂടുമ്പോൾ തന്നെ ആളുകൾ അവിടെ ആ ഒരു ഏരിയ ഡെവലപ്പ് ആവുകയും ചെയ്യും, അവിടുത്തെ ആളുകൾക്ക് വരുമാനം കിട്ടുകയും ചെയ്യും. പിന്നെ ഇംപ്രൂവ്സ് എക്സിസ്റ്റിംഗ് എൻവയറമെന്റൽ കണ്ടീഷൻസ് ആൻഡ് ഇമ്പാക്ട് ഓൺ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സൊസൈറ്റി. ആ എൻവയറമെന്റൽ കണ്ടീഷൻസിനെ ബെനിഫിറ്റ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല നമ്മളെ ആളുകളുടെ കയ്യിൽ വരുമാനവും അതേപോലെ സേവിങ്സും കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സോഷ്യൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു തിയററ്റിക്കൽ പോർഷൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക് അറിയാമെങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ ആസ്പെക്ട്സ് എന്താണെന്ന് പഠിച്ചു. പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ ആസ്പെക്ട്സ് 6 തരത്തിലുണ്ടെന്ന് പഠിച്ചു. ടെക്നിക്കൽ അപ്രൈസൽ, മാനേജ്മെൻറ്റ് അപ്രൈസൽ, എൻവയറമെൻ്റൽ അപ്രൈസൽ, അടുത്ത മാർക്കറ്റ് അപ്രൈസൽ, ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ അപ്രൈസൽ, സോഷ്യൽ അപ്രൈസൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി ബാക്കി എന്ന് പറഞ്ഞാൽ ടൂൾസ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ, അതായത് പ്രോജക്റ്റ് അപ്രൈസലിനുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് അതെന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. എന്നാലും ഇപ്പോൾ പേര് മാത്രം നമ്മൾ നോക്കിയിട്ട് നിർത്താം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസലിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ് അല്ലെങ്കിൽ PBM മെത്തേഡ് എന്ന് പറയും. PBM, പേ ബാക്ക് പീരീഡ് മെത്തേഡ്. അടുത്ത രണ്ടാമത്തെയാണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, നെറ്റ് പ്രസന്റ് വാല്യൂ, NPV. ഇതൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കും. മൂന്നാമത്തെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, PI മെത്തേഡ് എന്ന് പറയും. നാലാമത്തെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, മെത്തേഡ്സ് ഓർ ടൂൾസ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുക. സോ ഇത്രയും ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത കുറച്ച് പ്രോബ്ലം ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു.